ആദിയോടന്തം ഉപവാസത്തെക്കുറിച്ച് ധാരാളം നിർദ്ദേശങ്ങൾ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഒത്തിരി കാര്യങ്ങൾ ഉപവാസവുമായി ബന്ധപ്പെട്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. യെശയ്യാ പ്രവചനം 58 അധ്യായത്തിന്റെ 3 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോഴും യിരെമ്യാ പ്രവചനത്തിന്റെ 14 അധ്യായത്തിന്റെ 12 വാക്യം പരിശോധിക്കുമ്പോഴും യോവേൽ പ്രവചനം 2 അധ്യായത്തിന്റെ 16 വാക്യം പരിശോധിക്കുമ്പോഴും ഒരു വ്യക്തി ശരിയായ ശുദ്ധീകരണം കൂടാതെ ഉപവസിച്ചാൽ അത് ഫലപ്രദമാകുന്നില്ല എന്ന് നാം വായിച്ച് മനസ്സിലാക്കുകയാണ്. ആത്മശരീര മനസ്സുകളുടെ ശുദ്ധീകരണം കൂടാതെയുള്ള ഉപവാസം ദൈവത്തിന്റെ സന്നിധിയിൽ അംഗീകാരയോഗ്യമല്ല